ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ബാംഗ്ലൂരാട്ടോ. ബാംഗ്ലൂർ റൂമിലാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി. അപ്പം നിങ്ങൾ അവസാനം കണ്ട വീഡിയോ കാർഗിലിൽ വെച്ച് വെച്ചുള്ള വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ വരെ ഓടിച്ചെത്തി. അപ്പോൾ അത് വരെ ഉള്ള ചെറിയ വിശേഷങ്ങളാണ്. നമ്മളിന്ന് വീട്ടിൽ തിരിച്ചു പോവുകയാണ്. നമ്മളെ ഫുൾ റൈഡെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം തിരിച്ചു പോകുന്ന ആ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ഇതാ നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നത്. നമ്മുടെ വണ്ടി ചെറുക്കൻ ഇപ്പോൾ ഒരു 10,000-9,000 കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടോ. ഇപ്പോഴല്ല, ഇന്ന് നമ്മൾ അടിക്കുന്ന ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് അടിക്കുന്നത് 600-ന് മുകളിൽ അടിക്കുന്നുണ്ട് നമ്മൾ ഡെയിലി. 612 ഞാൻ ഏറ്റവും കൂടുതൽ അടിച്ചത്. ഝാൻസിയിൽ നിന്ന് നാഗ്പൂർ വരെ കണ്ട് ഒരു കുറച്ച് കിലോമീറ്റർ അടിച്ചു. നാഗ്പൂർ വരെ ഡെയിലി 600-ഉം 500-ഉം ഒക്കെ ഇപ്പോൾ പുത്തരിയല്ല. അപ്പം നമ്മൾ ടോപ്പ് വ്യൂ കയറി. അത് കഴിഞ്ഞൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല. എടുക്കാത്ത എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ റൈഡ് എൻജോയ് ചെയ്യണ്ടേ. നമ്മൾ വ്ളോഗ് ചെയ്യുമ്പം നമുക്ക് കിട്ടില്ല. ഓക്കെ, മഴ പെയ്യുകയില്ലെന്ന് തോന്നുന്നല്ലേ. പെയ്യലായിരിക്കും. കഴിഞ്ഞ ദിവസം ഇത് ഊരിപ്പോയി. ഇന്ന് ഇത് ഭയങ്കരമായിട്ട് ഫോൺ കിടന്ന് ഇളകുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് ഒരു കൂടിട്ടാണ് വെച്ചത്. ഓക്കെ, എല്ലാം റെഡിയാക്കി. ഇവിടെ നിന്നൊന്നും എടുക്കാൻ ഇല്ലല്ലോ അല്ലേ. അപ്പം നിങ്ങൾ ലേയിൽ കാർത്തുങ്കള കയറുന്ന വീഡിയോ ആണ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ബാക്ക് ടു ഹോം എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. അപ്പം ഹോം വീഡിയോ ചെയ്യാനും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാമായിരുന്നു. മണാലി വരെ വരുന്നത് ചെയ്യായിരുന്നു. ഏറ്റവും പാട് പിടിച്ചൊരു വഴി ഉണ്ടായിരുന്നു. ലേറ്റ് സർച്ച് ഞങ്ങൾ എസ്റ്റിമേറ്റ് ഇട്ടത് 200 കിലോമീറ്റർ ആണെങ്കിലും എനിക്ക് 12 മണിക്കൂർ എടുക്കേണ്ട വന്നു 200 കിലോമീറ്റർ കവർ ചെയ്യാൻ. വണ്ടിക്ക് കാർബറേറ്റർ ഇഷ്യൂ മാത്രമേ വന്നുള്ളൂ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് കയറ്റവും ഹൈ പാസും ഒക്കെ ഉണ്ട്. പക്ഷേ ആ പാസ്സെല്ലാം നമുക്ക് ഈസി ആകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ താമസിച്ച് ലേയിൽ ഇറങ്ങി. അത്രയും നേരം കൂടെ ലേയിൽ നിൽക്കാമല്ലോ എന്നോർത്ത് ലേയിൽ ഇരുന്നിട്ട് വന്നതാണ്. പക്ഷെ അത് വീഡിയോ എടുക്കാമായിരുന്നെങ്കിൽ ഒരു വല്ലാത്ത സാധനമായിരുന്നു. ഞങ്ങൾ മൊത്തത്തിൽ ഞെട്ടി. രാത്രി 10 മണി 12 മണിയൊക്കെ ആയപ്പോഴാണ് 10 മണി കഴിഞ്ഞു ഞങ്ങൾ സർച്ച് എത്തിയപ്പം. സർച്ചിൽ ഒറ്റ വഴിയല്ല എന്നുള്ള ഓർത്ത് മാപ്പും ഒന്നും ഇട്ടില്ല. അതുകൊണ്ട് പ്രീ പ്ലാൻഡ് മാപ്പും ഇല്ല. ഞങ്ങൾക്ക് അവിടെ റേഞ്ചും കിട്ടിയില്ല. രാത്രിയിൽ ഒരു വഴിയും പുഴയും ഒന്നും അറിയാതെ ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ വെട്ടവും റോഡും അറിയാം. ഇത് സർച്ചിലാണ് ചെല്ലുന്നത്, ഈ റോഡ് എവിടെ തീരും അങ്ങനെ പോകേണ്ട വന്നു. രാത്രിയിൽ തണുപ്പ് കയറി. നമ്മുടെ കയ്യിൽ പെട്ടെന്നുള്ള ഒരു വെടിക്കുള്ള ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അന്ന് കുറച്ച് പെട്ടു. പിന്നെ നമ്മുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു, രാഹുൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവൻ വിട്ടില്ല കേട്ടോ. അവൻ പറഞ്ഞു നിങ്ങളെ കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് അവൻ വിടാതെ എനിക്ക് ഹൈ പാസിൽ ആൾട്ടിറ്റ്യൂഡ് കയറുമ്പോൾ കാർബറേറ്റർ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇഷ്യൂ വരും. ഒരു 20 മൈൽ സ്പീഡിലേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വിട്ടില്ല. അല്ലെ പാങ്ങിൽ ഞാൻ റൂം എടുക്കാൻ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവൻ പറഞ്ഞ് പാങ്ങിൽ പോകണ്ട, നമുക്ക് സർച്ചിന് പോകാം, ഇത്ര കിലോമീറ്ററല്ലേ ഉള്ളൂ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് രാത്രിയിലിരുന്ന് ഡ്രൈവ് ചെയ്യുക. സർച്ചിന് പോകുന്ന വഴിക്കാൻ ഇങ്ങനെ ഒരു കുത്തനെ ഇറക്കമൊക്കെ ഉണ്ട്. ഇറക്കമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞ് രാവിലെ ഇങ്ങ് നോക്കുമ്പോഴാണ് ആ വഴിയിൽ ആ ഇറക്കമൊക്കെ പറക്കുമായിരുന്നു. കാരണം അവിടെ ഇറക്കത്തിൽ ഇച്ചിരി ഇത് കിട്ടും, ഒരു പിക്കപ്പ് വണ്ടിക്ക്. കയറ്റമാകുമ്പോഴേക്കും കുറയും. അപ്പം നമ്മൾ NH44-ൽ. അപ്പം ഇതുവരെ വന്ന വിശേഷങ്ങൾ. ലേയിൽ നിന്ന് ലേറ്റ് സർച്ച് വന്നു. സർച്ചിൽ നിന്ന് നേരെ മണാലിയിൽ നിന്ന് നമ്മൾ 2 ദിവസം സ്റ്റേ എടുത്തിട്ട് ലേയിൽ 4 ദിവസം സ്റ്റേ എടുത്തു കേട്ടോ. അത്രയും സമയം അവിടെ നല്ലപോലെ മൊത്തം കാണാൻ വേണ്ടി എന്നായാലും വന്നതല്ലേ, നമ്മൾ ആഗ്രഹിച്ച് വന്നതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ റൈഡ് എൻജോയ് ചെയ്യാൻ നോക്കി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വിൻ ബ്ലാസ്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ ഇപ്പം മൊത്തത്തിലൊരു ഇരുട്ടല്ലേ. നമുക്കൊന്ന് നേരം തെളിഞ്ഞിട്ട് നമുക്ക് ബാക്കി വ്ളോഗ് ചെയ്യാം. വണ്ടിയും ചെണ്ടയൊക്കെ ആയിട്ട് മൊത്തത്തിൽ അലമ്പാണ്. അപ്പോൾ നമുക്ക് ഒരുവിധം വെട്ടം വരുമ്പോൾ നമുക്ക് ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കഥ പറയാം. ഗോയ്സ്, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് അറിയത്തില്ല.
അവിടെ നല്ല കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ട് കണ്ടോ അവിടെ എല്ലാം മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പെരുമഴയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വ്ലോഗ് ചെയ്തിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാവോ എന്നറിയത്തില്ല. വ്ലോഗ് ചെയ്തത് അതും കിട്ടുന്നില്ല, കാരണം മൊത്തം നല്ല വിന്നോയ്സാണ്. അപ്പോൾ ഞാനിവിടെ മൈക്ക് അടച്ചു പിടിച്ചിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഇതുണ്ടോ നമ്മുടെ പാല് കത്തുന്നുണ്ട്. അവിടെ മഴ പെയ്യുന്നതുകൊണ്ട് അവിടെ നല്ല കാറ്റാണ് ഇങ്ങോട്ട്, പെരുമഴയാണ്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കഥ പറയുന്ന വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, വണ്ടി ഇതാ നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തി. വന്ന ഇടയ്ക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒട്ടുക്കത്തെ മഴയും പിന്നെ സേലത്തുനിന്ന് ഇങ്ങോട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല കാറ്റ്. ഞാൻ അതിൻ്റെ സമയത്തൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ആ ക്ലിപ്പിങ്സ് ഞാൻ കാണിക്കാം. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ 2 ദിവസം കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. വണ്ടി ഒന്ന് കഴുകിയിട്ടൊന്നുമില്ല. നമ്മുടെ വണ്ടി ഇതാ ചെറുക്കൻ 10,000 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് വന്നു. വേറെ കാര്യങ്ങളോ പണികളോ ഒന്നും വന്നിട്ടില്ല. മൊത്തം കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ വണ്ടി ഇതാ കുറച്ച് പണികൾ പോയി വന്നതിൻ്റെ പണികൾ വെട്ടിക്കെട്ടിരിക്കുന്നു. നമ്മുടെ 2 വണ്ടി വെറുതെ ഇരുന്ന് പണിയായിട്ടിരിക്കുന്നു. നമ്മുടെ ആർസിൻ്റെ ബാറ്ററി പോയി, നമ്മളവിടെ ബാറ്ററി കഴിച്ച് വെച്ചു, ചാർജ് ചെയ്യാൻ കൊടുത്തു, പോയി സംഭവം. ഇനി 2000 രൂപ പോകും. പൾസറാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന പോലുമില്ല. 1 മാസമായിട്ട് ഈ 2 വണ്ടി അനങ്ങിയിട്ടില്ല. മൊത്തം പൊടിയൊക്കെ പിടിച്ചത്, പൂപ്പലൊക്കെ പിടിച്ച് സ്റ്റാർട്ടാകുന്നില്ല. ചോക്ക് വലിച്ചാൽ കുറച്ച് നേരം നിൽക്കും, ചോക്ക് ഓഫ് ചെയ്ത് അപ്പം നിൽക്കും. കാർബറേറ്റർ സെറ്റ് ചെയ്യണം. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വീട്ടിൽ വരുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ വരുന്ന വീഡിയോ പ്രകൃതി സംഭവിച്ചില്ല. പിന്നെ എനിക്കും ഇതായി. സേലത്തു നിന്ന് ഇങ്ങോട്ട് കാറ്റ്, സേലം കഴിഞ്ഞ് കേരളത്തിൽ കയറിയിട്ട് ചെയ്യാമെന്ന് വെച്ചപ്പോൾ മഴ, പെരുമഴ, നമുക്ക് ഒന്നുകൊണ്ട് ഓടിക്കാൻ പറ്റിയില്ല. പിന്നെ വന്ന് നമ്മളെ ഈ ഒരു സെലിബ്രേഷനൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തത്, ഫ്രണ്ട്സ് നമുക്ക് സർപ്രൈസ് വന്നു, ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ വന്നപ്പോഴേക്കും നമ്മളതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ നേരെ വരുന്നു, വരിയിൽ കാണുന്നവർ ഹായ് പറഞ്ഞ് പോകുന്നു എന്ന് വിചാരിച്ചോടത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വന്നപ്പോഴേക്കും പിന്നെ ഈ യാത്രയിൽ മൊത്തം സർപ്രൈസും സന്തോഷവും പിന്നെ ലക്കും ഒക്കെ കുറേ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രയെപ്പറ്റി നമ്മുടെ ആ ലക്കും ഡീറ്റെയിലും എല്ലാം കൂടെ കൂട്ടി നമ്മളൊരു കുറച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ജേർണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം സക്സസ്ഫുള്ളി ഇവിടുന്ന് ലേയിൽ ചെല്ലുമോ എന്നുള്ള ടെൻഷൻ പിടിച്ച് അവിടെ ചെന്നു. അവിടുന്ന് വീട്ടിൽ നമ്മുടെ വണ്ടികൾക്കിടയിൽ പഴയപടി ഇരിക്കുമോ എന്നുള്ള ടെൻഷനിലും വന്നു. അങ്ങനെ ഈ 2 കാര്യം സക്സസ്സായി. കുറേയധികം ഹെൽപ്പുകൾ ഇതിലെല്ലാം വന്നു. അതൊക്കെ നമ്മൾ പറയാനുണ്ടെങ്കിൽ കഥകൾ കുറേ ഉണ്ട് പറയാൻ. അപ്പോൾ ഈ കഥ ഇനി പറയാൻ പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇതുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഹോം കമ്മിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ള ടെൻഷൻ ഉണ്ട്. ഇനി പോകുമ്പോഴുള്ള യാത്രയിൽ നമുക്കതും എടുക്കാം. ഓക്കെ.